വനിതകളുടെ ശാക്തീകരണത്തിനായി ഈ ദിനം ലോകമെങ്ങും ആഹ്വാനം ചെയ്യുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുത്താതെ വിജയം കൊയ്തവരുടെ കഥകളും ഏറെയാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് നെടുങ്കണ്ടം സ്വദേശിനി സ്മിത രാജേഷ് എന്ന നൃത്ത അധ്യാപികയുടെ ജീവിതം. ബാങ്ക് ജോലിയും അധ്യാപന വൃത്തിയും ഉപേക്ഷിച്ച് കലയുടെ ലോകത്തേക്കെത്തിയ സ്മിതയ്ക്ക് ഇന്ന് 5000-ലധികം ശിഷ്യഗണങ്ങളാണ് ഉള്ളത്. നൃത്തത്തോടുള്ള അമിതമായ ആത്മവിശ്വാസവും താല്പര്യവുമാണ് ഈ നൃത്ത അധ്യാപികയുടെ മുതൽക്കൂട്ട്. പഠനകാലം മുതൽ നൃത്തത്തിൽ ആകൃഷ്ടയായ സ്മിത അപ്രതീക്ഷിതമായി മേഖലയിലെ ഒരു ക്ഷേത്ര ഉത്സവത്തിൽ ഒരു കുട്ടിയെ നൃത്തം അഭ്യസിപ്പിച്ചതോടുകൂടിയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ മേഖലയിലേക്ക് എത്തുന്നത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരം 2007-ലാണ് 14 കുട്ടികളുമായി നെടുങ്കണ്ടത്ത് നാട്യാഞ്ജലി എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിക്കുന്നത്. 19 വർഷങ്ങൾക്ക് ഇപ്പുറം 5000-ലധികം ശിഷ്യഗണങ്ങളാണ് ഇവർക്ക് സമ്പാദ്യമായി ഉള്ളത്. അങ്ങനെ 2007 14 കുട്ടികളുമായിട്ടാണ് ഞാനിവിടെ നെടുങ്കണ്ടത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ 186 സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്. എനിക്ക് എന്തുമാത്രം സ്റ്റുഡൻറ്റ് വന്നു പോയി എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടംപോലെയുള്ള നേട്ടങ്ങൾ, സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്, കേരളോത്സവം, യൂണിവേഴ്സിറ്റി, എല്ലാത്തിനും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ല നല്ല കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ 15 സ്കൂളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല മക്കളെ എനിക്ക് എടുക്കാൻ വേണ്ടി, അതിൽ ആദ്യം തൊട്ടുള്ളവർ കുറെ പേരുണ്ട്, പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയവരുണ്ട്. ഇന്ന് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങി എല്ലാത്തരം നൃത്ത ഇനങ്ങളും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ആകെ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറയുന്നത് ഞാൻ ക്ലാസിക്കൽ മാത്രമല്ല, നമ്മുടെ കുട്ടികളെ എവിടെ ചെന്നാലും മാറ്റി നിർത്തിട്ട് ചിലപ്പോൾ ഇവർ പ്രൊഫഷണലായിട്ട് ഇത് മാത്രമായിട്ട് പോകുന്നവരായിരിക്കുകയില്ല. അപ്പോൾ ഒരു കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് സിനിമാറ്റിക് ഡാൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ എല്ലാ ഐറ്റങ്ങളും തന്നെ, അത്യാവശ്യം എല്ലാ ഐറ്റങ്ങളും തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വനിതാ ദിനത്തിൽ സ്മിത വനിതകളോട് പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിന് പിന്നാലെ തന്നെ പോകണം. തീർച്ചയായും വിജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.